എല്ലാ ആയുർവേദ ഡോക്ടേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സംഹിതകൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഡിഗ്രിക്കെല്ലാം പഠിച്ചിട്ട് നമ്മൾ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിരിക്കുമ്പം നമുക്ക് അവിടെ ആ പർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ് ക്ലാരിറ്റി. നമുക്ക് എത്രത്തോളം നമ്മൾ ചെയ്യുന്ന മേഖലയിൽ ക്ലാരിറ്റി ഉണ്ടോ അത്രത്തോളം മാർക്കറ്റിൽ നമ്മൾ സക്സസ് ആവും എന്നുള്ളതാണ്. ക്ലാരിറ്റി കൂടുന്തോറും നമുക്ക് കോൺഫിഡൻസ് കൂടും. കോൺഫിഡൻസ് നമുക്ക് കിട്ടണമെങ്കിൽ ക്ലാരിറ്റി വേണം. ആൻഡ് ക്ലാരിറ്റി കിട്ടും തോറും നമുക്ക് കോൺഫിഡൻസ് കൂടുക മാത്രമല്ല ചെയ്യുന്നത്, കോമ്പറ്റീഷൻ കുറയും. ആൻഡ് ഓൾസോ നമ്മളുടെ സക്സസ് റേറ്റും കൂടുതലായിരിക്കും. കാരണം ക്ലാരിറ്റി ഉണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ. ഓൾമോസ്റ്റ് 99% ഓഫ് ഡോക്ടേഴ്സിനും പറ്റുന്ന അല്ലെങ്കിൽ 3 മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത്, ഒന്നാമത് ഐ ട്രീറ്റ് എവരി വൺ. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഏതൊരു കസ്റ്റമറിനെയും നമ്മൾ ട്രീറ്റ് ചെയ്യും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അത്രത്തോളം നമ്മളിത് അങ്ങനെ നമ്മൾ ചെയ്യും തോറും എല്ലാവരെയും നോക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ അവിടെ നടക്കുന്നത് ഇൻവിസിബിൾ ആവുകയാണ് ചെയ്യുക. ഒരു കാര്യത്തെപ്പറ്റി 1000 തവണ സംസാരിക്കുന്നതും 1000 വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്ന തമ്മിൽ ആനയും അണ്ണാനും ഉള്ള വ്യത്യാസമില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഉണ്ടാവില്ലേ? ആൻഡ് അതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു നിഷില്ലാതെ ഇരിക്കുക. നിങ്ങളൊന്ന് ഒന്ന് പൊതുവെ മാർക്കറ്റിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പം ഇപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടർ ആണെങ്കിൽ ഒരു ജനറിക് ഡോക്ടറിനാണോ ആൾക്കാർ കൂടുക, അല്ല ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടറിനായിരിക്കുമോ ആൾക്കാർ കൂടുക? അല്ലേ? എപ്പോഴും സ്പെഷ്യാലിറ്റി ഡോക്ടർക്ക് അതിൻ്റെതായ വാല്യുബിലിറ്റിയും ക്രെഡിബിലിറ്റിയും കൂടുതലായിരിക്കും. സോ ഇത് കിട്ടാനും ക്ലാരിറ്റി നല്ലതാണ്. അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടത്, ഈ വീഡിയോ കാണുന്ന ഒരാൾ പ്രാക്ടീസിങ്ങിലെ ഒരു കൊല്ലമോ 3 കൊല്ലമോ ആയ പ്ലസ് 3+ ഇയേഴ്സ് ഒക്കെ ആയ ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ക്ലിനിക്കിലേക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ എപ്പോഴാണ് വന്നേക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഏത് കേസാണ് കൊണ്ടുവന്നേക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് കലണ്ടർ ഉണ്ടാക്കുക. ആ വിഷയങ്ങളെ എത്തരത്തിലുള്ള ഏത് ഏജ് ഗ്രൂപ്പാണ് വന്നതെന്ന് നോക്കുക. ആ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ ഫോക്കസ് ചെയ്ത് കൂടുതൽ വാല്യൂസ്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയേക്കുന്ന ആ കേസിനെ കുറിച്ചുള്ള വാല്യൂസ്, നല്ല വാല്യൂസ്, ക്രെഡിബിൾ ആയിട്ടുള്ള വാല്യൂസ്, അതായത് അവരുടെ ടെസ്റ്റിമോണിയൽസ് ആവാം, അവർ പോയ ലൈഫ് സ്റ്റൈൽ മെത്തേഡ്സ് ആവാം, അവർക്ക് ക്യൂറേറ്റീവായ മെത്തേഡ്സ് ആവാം, എന്തും ആയിക്കോട്ടെ, അത്തരത്തിലുള്ള കോണ്ടന്റുകൾ, നല്ല വാല്യൂ പുറത്തേക്ക് വീഡിയോ, അവരുടെ ടെസ്റ്റിമോണിയൽ എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക, പുറത്തൊരു ക്യാമറ വെച്ചിട്ട് ആ വീഡിയോ ടെസ്റ്റിമോണിയലാക്കി എടുത്തിട്ട് നിങ്ങളത് പബ്ലിക്കിലേക്ക് കൊടുക്കുക. വാല്യൂ കൊടുക്കും തോറും അത്തരത്തിലുള്ള ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യും.